ഏവർക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് നമ്മൾ കുർബാന മധ്യ വായിച്ച് കേൾക്കുന്ന വിശുദ്ധ സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് ഈ പത്രോസിനെ തിരഞ്ഞെടുക്കുന്ന ഈശോയുടെ ഒരു ഭാഗമാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ കരയോട് ചേർന്ന് കിടക്കുന്ന ഒരു വള്ളത്തിലേക്ക് ക്രിസ്തു കയറിയിട്ട് ക്രിസ്തു പറയുന്ന നിർദ്ദേശമനുസരിച്ച് വലയിറക്കുമ്പോൾ വല കീറുവോളം മത്സ്യം കിട്ടിയതിൻ്റെ ഒരു അത്ഭുതമാണ്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു സുന്ദരമായൊരു കാഴ്ച, ബാക്കി എല്ലാവരും കീറിത്തുടങ്ങുന്ന ഈ വലയിലേക്കും കിട്ടിയ മത്സ്യത്തിലേക്കും നോക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കാനുള്ളൊരു കാഴ്ച ഈ പത്രോസിനുണ്ടെന്നുള്ളത്. പത്രോസിനെ 2 പ്രാവശ്യം ഈശോ വിളിക്കുന്നുണ്ട്. ഇതുപോലെ ഈ രാത്രിയുടെ യാമങ്ങളിൽ അധ്വാനിച്ചിട്ട് കിട്ടാതെ ശൂന്യമായ വലയുമായി നിൽക്കുന്നവനെ കൂട്ടിക്കൊണ്ടുപോയി ക്രിസ്തുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വലത്തേക്ക് ഈ വലയിറക്കി വല നിറയെ മീനുമായി തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്ന ഒരു പത്രോസ്. ഇതിനുശേഷവും തിബേരിയൂസിന്റെ തീരത്ത് ഉദ്ധാനത്തിന്റെ പ്രഭാതത്തിൽ നമുക്ക് കാണാം, ഇതേപോലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ ജീവിതത്തെ നിരാശപ്പെട്ട് നിരത്ത് ഇതാ വലത്തേക്ക് വലയിറക്കാൻ പറയുമ്പോൾ വലയിറക്കി വല നിറയെ മീനുമായി തിരിച്ചു വരുമ്പോൾ ഉടുതുണി പോലും തന്റെ പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന ഒരു പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിന്റെ അധ്വാനങ്ങളുടെ ചില രാത്രികളിൽ ഒന്നും കിട്ടാതെ നീ അലയുമ്പോൾ ക്രിസ്തു പറയുന്ന ചില വാക്യങ്ങൾക്ക് നീ ചെവി ഓർത്താൽ ഉറപ്പിച്ചോ, ചില നഷ്ടങ്ങളുടെ നേരത്ത് നിന്റെ ശൂന്യതകളിലേക്ക് കർത്താവ് പറയും, വലത്തേക്ക് വലയിറക്ക്. ഇറക്കുന്ന വലയിൽ ഉറപ്പായിട്ടും വല കീറുവോളം മത്സ്യം കിട്ടുമെന്ന് ഉറപ്പാണ്. ഈ വചനം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനുള്ള കൃപയുണ്ടാവണമെന്നുള്ളതാണ്. നമ്മളുടെ അധ്വാനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിരർത്ഥകമാകുന്നു എന്ന് തോന്നുമ്പോൾ മിഴിപൂട്ടിയിരുന്ന് കർത്താവ് തന്ന ഈ വചനത്തെ ഒന്ന് ധ്യാനിക്കാൻ തുടങ്ങണമെന്നുള്ളതാണ്. ആ ധ്യാനം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും എന്നുള്ളതാണ്. ഈ കിട്ടിയ സമ്പത്താണ് ഈ വചനം. നിന്റെ ജീവിതത്തിൽ നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല, അധ്വാനിച്ചിട്ട് രാത്രികളിൽ ഒന്നും നിന്റെ ജീവിതത്തിലേക്ക് കൃപ കയറി വരുന്നില്ല. നിശബ്ദമായി മിഴിപൂട്ടിയിരുന്ന് ഒന്ന് മനനം ചെയ്തിട്ട് പതിയെ ഈ വചനം തുറന്ന് ആ വചനത്തെ വായിക്കാൻ കഴിയട്ടെ. നിന്റെ ജീവിതം ഒരു അത്ഭുതമാകും. വചനത്തെ ധ്യാനിക്കുന്ന, വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സുന്ദരമായൊരു ദിവസമാവട്ടെ ഈ നോമ്പുകാലത്തിൽ. ഈ നോമ്പുകാലം കുറെ കൂടി ഫലദായകമാകാൻ വചനം വായിക്കുന്ന ഒരു സുന്ദരമായ ദിവസങ്ങളുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.